നിർമ്മലരിൽ ഖനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരായി പാഴാം ചിന്തകളും ദുഷ്ടവികാരം എങ്ങളിൽ നിന്നൊഴിവാക്കണമേ. നിനുവയിലെന്നോണം ഞങ്ങളിലലിയണമേ. വിമുഖത പാപികളാമിവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ, നിൻ വാതിലടച്ചെന്നാൾ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ. ബറഖ്മോർ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്വത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. എൻ്റെ കർത്താവും എൻ്റെ ഭാര്യയുമായുള്ളവേ, എൻ്റെ വായിലെ വചനങ്ങൾ അങ്ങയുടെ ഇഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങയുടെ മുൻപാകെയും ഇരിക്കണമേ. ആമീൻ. Christ is in our midst. He is and he shall be forever. ഇന്നത്തെ ചിന്താ വിഷയത്തിനായി എടുത്തിരിക്കുന്ന വിശുദ്ധ സുവിശേഷ ഭാഗം പരിശുദ്ധനായ ലൂക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to St. Luke chapter 2 verses 29 to 32. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അങ്ങ് അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി അങ്ങ് സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. Lord, now let your servant depart in peace according to your word, for mine eyes have seen your salvation, which you have prepared in the presence of all peoples, a light for revelation to the Gentiles and for the glory of your people Israel. ഏവർക്കും സുപരിചിതമായ സുവിശേഷ ഭാഗമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ശേഷം 40 ദിവസം കഴിഞ്ഞു വരുന്ന മോറാനായ പെരുന്നാളാണല്ലോ മാൽത്തോ പെരുന്നാൾ. അത് ഫെബ്രുവരി മാസം 2-ാം തീയതി. ഈ വർഷം അതൊരു ഞായറാഴ്ച തന്നെയാണ്, ഈ വരുന്ന ഞായറാഴ്ച. അതിലെ വേദഭാഗമാണ് ഇത്. നീതിമാനും വൃദ്ധനുമായ ശീമോൻ കർത്താവിനെ തൻ്റെ കരങ്ങളിൽ ഏറ്റി ഇത് ഒരു സ്തുതിഗീതമായി അർപ്പിക്കുകയാണ്. ഒരു പ്രവചനമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് താൻ മരിക്കുന്നതിന് മുൻപേ മശിഹായെ ദർശിക്കും എന്ന് അവനോട് വാഗ്ദാനം ചെയ്തിരുന്നു. ആയതിനാൽ യെരുശലേം ദേവാലയത്തിൽ വളരെയധികം ശബ്ദങ്ങളൊക്കെയും നടന്നുകൊണ്ടിരുന്നിട്ടും ഇതാ പൈതലായ ശിശുവായ കർത്താവിൻ്റെ 40 ദിവസം മാത്രം പ്രായമുള്ള നമ്മുടെ രക്ഷകൻ്റെ കരച്ചിൽ ശമൂൻ കേട്ടു. കേട്ടുകഴിഞ്ഞ് കർത്താവിനെ തൻ്റെ കരങ്ങളിൽ ഏന്തി പാടുന്ന ഈ സ്തോത്രഗീതമാണ്. പ്രിയമുള്ളവരെ, ഈ സ്തോത്രഗീതമാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനമായ വാക്കുകൾ. ഈ ഗീതത്തിലൂടെ ശമൂൻ തൻ്റെ ജീവിത കഥ വർണ്ണിക്കുകയാണ്.
പക്ഷെ ചോദ്യം ഇതാണ്, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ശീമോൻ മാത്രം പാടിയാൽ മതിയോ? നമ്മുടെയും കഥ ഇതിൽ കൂടി ചേരണ്ടേ? കാരണം ശീമോൻ തൻ്റെ കരങ്ങളിൽ കർത്താവിനെ എടുക്കുന്നു. നമ്മളും കർത്താവിനെ നമ്മുടെ കരങ്ങളിൽ എടുക്കണ്ടേ? ശീമോന്റെ നയനങ്ങൾ രക്ഷകന്റെ രക്ഷയെ ദർശിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ നയനങ്ങളും രക്ഷകന്റെ രക്ഷയെ ദർശിക്കേണ്ടത് ആവശ്യമല്ലേ? ചോദ്യം ഇതൂടെ. ശമവോൻ സമാധാനത്താലെ മടങ്ങിപ്പോയെങ്കിൽ നാമും ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഭവമാക്കി സമാധാനത്തോടെ മടങ്ങിപ്പോകേണ്ടത് ഇല്ലേ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. പൗരസ്ത്യ ആരാധനയിൽ ഈ സുവിശേഷ ഭാഗം സന്ധ്യാനമസ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഏറ്റുചൊല്ലുന്ന ഒരു പ്രാർത്ഥനയായിട്ട് തന്നെ ഇന്നും പൗരസ്ത്യ സഭകളിൽ സന്ധ്യാനമസ്കാരത്തിൽ ഇത് ഉണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വൃദ്ധനും നീതിമാനുമായ ശീമോന്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന് ഒരു വലിയ മാർഗദർശി തന്നെയാണ്. ആയതിനാൽ ശീമോന്റെ ജീവിതത്തിൽ നിന്ന് 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവരികയാണ്. ശീമോന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ ജീവിതമാണ്, ദീർഘക്ഷമയുടെ ജീവിതമാണ്, അതോടൊപ്പം ഭക്തിയുടെ ജീവിതമാണ്. പ്രിയമുള്ളവരെ, ശമോന്റെ ജീവിതം നാം ദർശിക്കുമ്പോൾ അഭിലാഷത്തോടെ, കാത്തിരിപ്പോടെ, വിശ്വസ്തയോടെ രക്ഷകനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും എന്തിനൊക്കെ കാത്തിരിക്കുന്നവരാണ്? ദുഃഖം മാറാൻ കാത്തിരിക്കുന്നവരായിരിക്കാം, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുവാൻ കാത്തിരിക്കുന്നവരാകാം, അഭിലാഷത്തോടെ കാത്തിരിക്കുന്നവരാകാം, എന്തുവായിക്കോട്ടെ. എന്നാൽ ശീമോന്റെ ജീവിതത്തിൽ നിന്ന് 5 നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി 5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, a life devoted to righteous living. നീതിയുള്ള ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ശീമോൻ. 2, a life open to the Holy Spirit. പരിശുദ്ധാത്മാവിന് തൻ്റെ ജീവിതത്തെ തുറന്നുകൊടുത്ത ഒരു ജീവിതം. 3, a life lived in hope and waiting for God's promises. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി പ്രതീക്ഷയോടും പ്രത്യാശയോടും കാത്തിരുന്ന ഒരു ജീവിതം. 4, a life of obedient showing up. അനുസരണത്തോടെ പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദാനത്തിന് നിരന്തരമായി തന്നെ യെരൂശലേമിൽ ദേവാലയത്തിൽ താൻ അനുസരണ സാന്നിധ്യത്തോടെ ഇരുന്ന ഒരു ജീവിതം. ഏറ്റവും അവസാനം, a life of peaceful surrender. സമാധാനത്തോടുള്ള സമർപ്പണ ജീവിതം. ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. A life devoted to righteous living. നീതിയുള്ള ജീവിതം നമുക്കുണ്ടാകണം എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ലൂക്കോസ് ഏവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഇപ്രകാരമാണ്: യെരൂശലേമിൽ ശീമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനുമായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. Simeon was a righteous and devout man waiting for the consolation of Israel. ശീമോന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു ആഴമായ
സമർപ്പണത്തിൻ്റെ ജീവിതം, എ കമ്മിറ്റ്മെൻറ്റ് ടു ലിവ് ഇൻ റൈച്ചസ്നസ്. നീതിയോടെ ജീവിക്കുവാൻ ഉള്ളൊരു പ്രതിബദ്ധത ശീമോൻ്റെ ജീവിതത്തിൽ. ലോകത്തിൻ്റെ മുൻപിലുള്ള ലോകത്തെ കാണിക്കുവാനല്ല, പിന്നെയോ ദൈവ തിരുമുൻപാകെ. പ്രിയമുള്ളവരെ, ഇതാണ് നീതിയുള്ള ജീവിതം എന്ന് പറയുന്നത്. ലോകം ഒരുപക്ഷെ അത് കാണുകയില്ല, എന്നാൽ ദൈവം അത് ദർശിക്കും. കാരണം ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നീതിയുള്ള ജീവിതത്തിന് ഉടമകളായി നാം മാറുന്നത്. നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതിനടിസ്ഥാനമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഹൗ ഈസ് മൈ ലൈഫ് ബിഫോർ ഗോഡ്? ദൈവ തിരുമുൻപാകെ എൻ്റെ ജീവിതം എങ്ങനെ ഉള്ളതാണ്? ഇവിടെ വൃദ്ധനും നീതിമാനുമായ ശീമോൻ്റെ ജീവിതം, അദ്ദേഹം ദൈവത്തെ വാക്കുകൊണ്ട് മാത്രം അറിയുന്നവനും അനുഗമിച്ചവനുമല്ല. കാരണം പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വി ആർ പാസീവ് ഫോളോവേഴ്സ്. നമ്മൾ മാമോദീസ കൊണ്ട് ക്രിസ്ത്യാനികളാണ്, പൗരസ്ത്യ സഭയുടെ അംഗങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം കർമ്മമാകുന്നു എന്ന് നാം ചിന്തിക്കണം. വിശ്വാസം അറിയുവാൻ ഉള്ളത് മാത്രമല്ല, വിശ്വാസം കർമ്മമാകുവാനുള്ളതാണ്. ആയതിനാൽ ഹോളിനെസ് ഇസ് നോട്ട് എ വൺ ടൈം തിങ്. ഒരിക്കൽ മാത്രം ദേവാലയത്തിൽ മാത്രം വരുമ്പോൾ ഉണ്ടാകുന്നതല്ല വിശുദ്ധ ജീവിതം. പിന്നെയോ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളും നമ്മെ അഭിമുഖീകരിക്കുന്നവരും അനുഭവപ്പെടുന്നതാണ് ലൈഫ് ഓഫ് ഹോളിനെസ്. ഇറ്റ് ഈസ് എ ഡെയിലി പ്രാക്ടീസ്. എന്നും ജീവിക്കേണ്ടതാണ് നീതിയുള്ള ജീവിതം ദൈവം മുൻപാകെ. കാരണം നമ്മുടെ ജീവിതം, when our life is centered on God, ജീവിതത്തിൻ്റെ നങ്കൂരം ക്രിസ്തുവായി തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അഭിലാഷങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നല്ലതാണ്. എന്നാൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവഹിതത്തിന് അനുസരിച്ചാക്കുമ്പോൾ ആ ലൈഫ് ബിക്കംസ് റൈച്ചസ്. അവിടെ പ്രയാസങ്ങൾ വന്നുകൊള്ളട്ടെ, ദുഃഖങ്ങൾ വന്നുകൊള്ളട്ടെ, നെടുവീർപ്പുകൾ വന്നുകൊള്ളട്ടെ, നഷ്ടങ്ങൾ വന്നുകൊള്ളട്ടെ, ഇതിനെയൊക്കെ നേരിടുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഒരു കഥ ഞാൻ കൊണ്ടുവരട്ടെ. നമുക്കേവർക്കും സുപരിചിതമായ പേരാണല്ലോ മരുഭൂമിയിലെ അബ്ബ അന്തോണിയോസ്. സന്യാസി ശ്രേഷ്ഠനായിരുന്ന അബ്ബ അന്തോണിയോസ് ധനികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം സുവിശേഷം കേട്ട് നിനക്കുള്ള സർവ്വതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിപ്പീൻ എന്ന് ഏവങ്കേലിയോൻ വായന കേട്ട് സർവ്വതും ദരിദ്രർക്ക് വിറ്റ് മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്ത് ശ്രേഷ്ഠ സന്യാസി ആയ ഒരു വിശുദ്ധനായ മനുഷ്യൻ. താൻ മരുഭൂമിയിൽ ചെന്ന് പാർത്തപ്പോൾ നിരന്തരമായി പിശാചുമായി മല്ലിടേണ്ടി വന്നു. പിശാച് നിരന്തരമായി പരിശുദ്ധനായ അന്തോനിയോസിനോട് ചോദിച്ചു, വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഹാവിങ് ഗിവൻ അപ്പ് ഓൾ യുവർ വെൽത്ത്? നിനക്കുണ്ടായിരുന്ന ധനം മുഴുവൻ വിറ്റ് നീ മരുഭൂമിയിൽ വന്നിട്ട് നിനക്കെന്ത് പ്രയോജനം? ഒരു നിരാശയുടെ ആത്മാവിനെ അബ്ബ അന്തോണിയോസിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പിശാച് ശ്രമിച്ചപ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഹിതം മുഴുവൻ ദൈവഹിതമാണ്. ഇത് ദൈവഹിതമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളോടും നിരന്തരമായി പലപ്പോഴും പിശാച് ചോദിക്കുവാൻ സാധ്യമുള്ള ചോദ്യമാണ്, വാട്ട് ഈസ് ദ പോയിന്റ്? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് സംഭവിച്ചു?
ഇത്രയും ദേവാലയത്തിന് നൽകിയിട്ട് എന്തുകൊണ്ട് ഈ ദുഃഖം? ഇത്രയും ഉപവസിച്ച് നമസ്കരിച്ചിട്ട് എന്ത് പ്രയോജനം? അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അവിടെ ആത്മാവ് ഉണർന്ന് എഴുന്നേറ്റ് പിശാചിനോട് നമ്മുടെ ആത്മാവ് പറയുവാൻ കഴിയണം, എൻ്റെ ജീവിതം ദൈവഹിതമാണ്. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. എന്നിലുണ്ടാകുന്ന എന്തും, എൻ്റെ നേട്ടവും എൻ്റെ നഷ്ടവും, എൻ്റെ വിജയവും എൻ്റെ പരാജയങ്ങളും, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ആനന്ദങ്ങളും, അതെല്ലാം ദൈവഹിതത്തിന് അനുസരിച്ചുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഒരു ഞായറാഴ്ച മാത്രമല്ല, all the days of our lives, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ അനുഭവമാക്കുവാനും നമ്മെ നേരിടുന്നവർ ദൈവത്തെ നമ്മളിൽ ദർശിക്കുവാനും ഇടയാകണം. A life centered on God, a life devoted in righteousness. നീതിയുള്ള ജീവിതം ശീമോനെ പോലെ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. രണ്ടാമത്, നീതിമാനായ ശീമോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് a life open to the Holy Spirit. പരിശുദ്ധാത്മാവിനായി തുറക്കപ്പെട്ട ഒരു ജീവിതം. ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. It had been revealed to him by the Holy Spirit that he would not die before he had seen the Lord's Messiah. ശീമോന്റെ ജീവിതം രൂപപ്പെട്ടത് തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു നിരന്തരമായ തുറക്കപ്പെട്ട ജീവിതമാണ്. A personal relationship. പ്രിയമുള്ളവരെ, ദൈവം ഒരു തത്വമല്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം ആയതിനാൽ ഇതൊരു ബന്ധമാണ്. This is a relationship. നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നതും പുലർത്തുന്നതും നിരന്തരമായി അതിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണല്ലോ. ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവർ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധമൊക്കെയും ആഴമാകുന്നത് അതിനെ പുലർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ്. We involve ourselves in this relationship. ആയതിനാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അപ്രകാരം ഉള്ളതായിരിക്കണം. Where we open ourselves to a personal relationship with God. ആയതിനാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവാണ് ശീമോന് ഈ വാഗ്ദാനം നൽകിയത്. നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ നയനങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണും, രക്ഷകനെ കാണും. പരിശുദ്ധാത്മാവ് ശീമോനോട് പറയുകയാണ്, യു വിൽ സീ ദ മെസ്സായ, നീ രക്ഷകനെ കാണും. അങ്ങനെ എന്നും ദിനം പ്രതി യെരൂശലേം ദേവാലയത്തിൽ താൻ പ്രാർത്ഥിക്കാനായി വന്നു. മാസങ്ങളെടുത്തു, വർഷങ്ങളെടുത്തു, നൂറ്റാണ്ടുകളെടുത്തു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അദ്ദേഹം ഒരു ദിവസം പോലും മടികൂടാതെ യെരൂശലേം ദേവാലയത്തിൽ വന്നു. അവസാനം മശിഹായുടെ ശബ്ദം കരച്ചിലൂടെ കേട്ട് മശിഹായെ കരങ്ങളിൽ ഏന്തുന്നതായി നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നതാണ്. He wishes to work in our life every day. എന്താണ് പരിശുദ്ധാത്മാവിനായി തുറക്കപ്പെട്ട ജീവിതം? അത് പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയുടെ ജീവിതം.
നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാ ജീവിതം കാണും, പക്ഷേ പ്രാർത്ഥനയുടെ ജീവിതവും ആവശ്യമാണ്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ആരാധനയിൽ നാം സംബന്ധിക്കുന്നു, ഒരുപക്ഷേ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നു, യാമപ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നു, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നടത്തുന്നു. അത് പ്രാർത്ഥനാ ജീവിതമാണ്. ഭൂരിപക്ഷം പേർക്കും പ്രാർത്ഥനാ ജീവിതമുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ ഉത്ഭവിക്കുന്ന പ്രാർത്ഥനയുടെ ജീവിതം, എ പ്രേയർ ലൈഫ് ആൻഡ് എ ലൈഫ് ഓഫ് പ്രേയർ, പ്രാർത്ഥനയും വിശ്വാസവും കർമ്മമാകുമ്പോഴാണ് പ്രാർത്ഥനയുടെ ജീവിതം നമ്മളിൽ സഫലം ആകുന്നത്. അവിടെ എല്ലാ നിമിഷവും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ we are attentive to his voice. യെരുശലേം ദേവാലയം നിശബ്ദതയുടെ ദേവാലയമല്ല. അവിടെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആളുകൾ കാര്യങ്ങൾ വിൽക്കുന്നു, ഒത്തിരി പേർ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു, ഒത്തിരി ആളുകൾ അവിടെ കാഴ്ചകൾ അർപ്പിക്കുവാൻ വരുന്നു. അതുകൊണ്ട് പല ശബ്ദങ്ങൾ ഉള്ള ദേവാലയമാണ് യെരുശലേം ദേവാലയം. വലിയ ദേവാലയം. എന്നിട്ട് പോലും രക്ഷകന്റെ കരച്ചിലിൻ്റെ ശബ്ദം ശീമോൻ കേട്ടു എന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ കാത് ദൈവശബ്ദത്തിനായി നിരന്തരം തുറന്നുകൊടുത്തു എന്നുള്ളതാണ്. ടു ഓപ്പൺ ദ ഇയേഴ്സ് ഓഫ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകൾ തുറക്കുവാൻ നാം പരിശീലിക്കണം. അത് ഒരു ദിവസം കൊണ്ട് ശീലിച്ചെടുക്കാവുന്നതല്ലല്ലോ. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ ജാഗരണം, നിരന്തരമായ ഉപവാസം, അങ്ങനെ പരിശീലിച്ചെടുക്കുന്നതാണ് ഹൃദയത്തിൻ്റെ കാതുകളെ തുറക്കുവാൻ. അങ്ങനെ വരുമ്പോൾ മറ്റെല്ലാ ശബ്ദങ്ങൾക്കുപരിയായി ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചു അറിയുവാൻ ഉള്ളത് നമ്മുടെ ഹൃദയത്തിന് സാധ്യമാകും. ഇന്ന് ആരുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്, ആരുടെ ശബ്ദത്തിനാണ് നാം അനുസരണം വയ്ക്കുന്നത് എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. കാരണം ഏത് ശബ്ദമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നു. കാരണം ലോകം അനേകം കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു ചൊല്ലുകയാണ്. അതോടൊപ്പം ദൈവവും നമ്മളോട് ഒത്തിരി കാര്യം ചൊല്ലുന്നു. പക്ഷേ തിരിച്ചറിയുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നത് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിനായി തുറക്കപ്പെടുക എന്നുള്ളതാണ്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കഥ കൊണ്ടുവരട്ടെ. റഷ്യയിൽ ജീവിച്ച ഒരു മഹാപരിശുദ്ധനായിരുന്നു സെയിൻറ്റ് സെറഫിം ഓഫ് സറോഫ്. അദ്ദേഹം വനവാസം, ഏകാന്തതയിൽ അനേകം വർഷങ്ങൾ ചിലവഴിച്ച ഒരു മനുഷ്യനാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ഏകാന്തതയിൽ ഇരുന്നിട്ടും വനവാസത്തിലായിരുന്നിട്ടും ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനായതിനാൽ പരിശുദ്ധാത്മാവ് പ്രതിസന്ധികളുള്ള മനുഷ്യരുടെ അടുക്കലേക്ക് ഈ വിശുദ്ധനെ നിരന്തരമായി ഐക്യമായിരുന്നുവെന്ന് തൻ്റെ ജീവിത ആത്മകഥ വർണ്ണിക്കുന്നുണ്ട്. കാരണം ഒരിക്കൽ ഒരു മനുഷ്യൻ സെറാഫിം വനത്തിൽ താമസിച്ചിരുന്നിട്ടും എവിടെയായിരുന്ന് അറിയാഞ്ഞിട്ടും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശുദ്ധനായ മോർ സെറാഫിനെ അന്വേഷിച്ച് ഒരു മനുഷ്യൻ വരുന്നു. കാരണം എന്താ? ആത്മാവിനായി തൻ്റെ ജീവിതത്തെ തുറന്നു കൊടുത്തപ്പോൾ ദൈവദർശനം മറ്റുള്ളവർക്ക് ലഭിച്ചു. ഇങ്ങനെ ഒരു വിശുദ്ധനായ മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇത്രയും പേർ ഈ വെള്ളിയാഴ്ച ഇവിടെ കൂടി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് പണ്ട് ഒരു വനമായിരുന്നല്ലോ, ആർക്കും വേണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ. ദൈവശബ്ദം കേട്ട് ഇവിടെ തൻ്റെ വാസസ്ഥലമാക്കി പരിശുദ്ധാത്മാവിനായി തൻ്റെ ജീവിതത്തെ തുറന്നുകൊടുത്ത ഒരു പരിശുദ്ധൻ്റെ സമാധിയാണല്ലോ ഇവിടെ.
അങ്ങനെ നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവിനായി തുറക്കപ്പെടുമ്പോൾ നാം എല്ലാവരും വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. We all are called to be saints. മലങ്കര സഭയിൽ 1, 2, 3 വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഉണ്ടായാൽ പോരാ. We need more saints. കാരണം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനായി തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. A life open to the Holy Spirit. മൂന്നാമതായി ശിമോന്റെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആത്മീയ പ്രയാണത്തിൽ നൽകുന്ന ജീവിതം ഇതാണ്: a life lived in hope and waiting for God's promises. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു ജീവിതം. ലൂക്കോസ് എവങ്കേലിസ്തായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 29 30 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. Lord, now let your servant depart in peace according to your word, for my eyes have seen your salvation. എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെ കണ്ടിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ശീമോൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. കാരണം അവൻ പ്രത്യാശയോടും പ്രതീക്ഷയോടും അഭിലാഷത്തോടും കൂടിയാണ് കാത്തിരുന്നത്. പരിശുദ്ധാത്മാവാണ് വാഗ്ദാനം നൽകിയത്. എന്നു വരും, എപ്പോൾ വരും, എപ്പോഴാണ് എൻ്റെ നയനങ്ങൾ രക്ഷകനെ ദർശിക്കുന്നത് എന്ന് പലപ്പോഴും വിചാരിച്ചു കാണും. അതിനാണ് ഞാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞത്, ശീമോൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെയും ദീർഘക്ഷമയുടെയും അടയാളമാണ്. A life of long patience. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് we want instant results, അല്ലേ? പെട്ടെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ എടുത്തു നൽകപ്പെടുവാൻ ഉള്ള ഒരു സന്നാഹമല്ലല്ലോ ദൈവം. നമ്മളെല്ലാവരും പലപ്പോഴെങ്കിലും ചിലരെങ്കിലും വെൻഡിങ് മെഷീൻസ് ഉപയോഗിച്ച് കാണും, അല്ലേ? ഇവിടെ അത് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഒരിടത്ത് ചെന്ന് പണം ഇട്ട് കഴിഞ്ഞാൽ എന്തു വേണം എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി, പെട്ടെന്ന് നമുക്ക് ലഭ്യമാകും. ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. ദൈവത്തോടുള്ള നമ്മുടെ സമീപനം അപ്രകാരമാണ്. നമ്മൾ ചെല്ലുന്നു, നമ്മളുടെ കാര്യം പറയുന്നു, നമ്മൾ പണമിട്ടു, ആയതിനാൽ നമ്മൾ എന്ത് ചോദിച്ചുവോ അത് പെട്ടെന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം. ലോകം അപ്രകാരമുള്ളതാണ്. അത് ആത്മീയ ജീവിതത്തിലും അതിൻ്റെ ചില കാര്യങ്ങൾ, ചില അംശങ്ങളൊക്കെ പകർന്നു തുടങ്ങി. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല പൗരസ്ത്യ ക്രിസ്തീയ ജീവിതം. Ours is a life of hope and anticipation, waiting. ആത്മാവ് നിരന്തരമായി കാത്തിരിക്കുക എന്നുള്ളത് ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതല്ല, ദൈവം നമ്മളെ ഒരുക്കുകയാണ്. അതാണ് കാത്തിരിപ്പിൻ്റെ പ്രത്യേകത. അതൊരു ഒരുക്ക ശുശ്രൂഷയാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ഭൂരിപക്ഷം പേരും മാതാപിതാക്കളായിരിക്കുമല്ലോ. കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം അപ്പോഴപ്പോഴേ എടുത്തു കൊടുക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് എടുത്തു കൊടുക്കാത്തത്? കാരണം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് അത്യാവശ്യമായ കാര്യങ്ങൾ അപ്പോൾ നൽകുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ നൽകുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും നൽകാറില്ല. ദൈവത്തോടുള്ള നമ്മുടെ സമീപനം, ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നമ്മേക്കാൾ നല്ലവണ്ണം അറിയാവുന്ന ദൈവമാണ്. ആയതിനാൽ നമ്മൾ ചോദിച്ച കാര്യങ്ങളിൽ തടസ്സമോ
അത് ചോദിച്ചിട്ട് നമ്മൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്നേഹവാനായ പിതാവ് എപ്രകാരം തൻ്റെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നു, നമുക്കാവശ്യമില്ല എന്ന് ദൈവത്തിന് പരിപൂർണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം നമുക്ക് അത് നൽകാത്തത്. തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകും നമുക്കാവശ്യമായുള്ളത്. വെയിറ്റിംഗ് ഈസ് പ്രിപ്പറേഷൻ. കാത്തിരിപ്പിൻ്റെ കാലം ഒരുക്ക കാലമാണ്. അതുകൊണ്ട് ശിമോന്റെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ 1 വർഷമോ 5 വർഷമോ 10 വർഷമോ 50 വർഷമോ 100 വർഷമോ അല്ല ശിമോൻ രക്ഷകന്റെ രക്ഷയ്ക്കു വേണ്ടി കാത്തിരുന്നത്. പാരമ്പര്യം പറയുന്നത് that he waited 200+ years. 200 വർഷത്തിൽ കൂടുതൽ കാത്തിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഒരു മനുഷ്യൻ എന്നും കാത്തിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്നു, വിശ്വാസത്തോടെ കാത്തിരുന്നു. കാരണം വാഗ്ദാനം നൽകിയത് പരിശുദ്ധാത്മാവായിരുന്നു. പ്രിയമുള്ളവരെ, we have to trust God's timing. ദൈവത്തിൻ്റെ സമയമാണ് ഏറ്റവും നല്ല സമയം. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ കഥയിലേക്ക് കൊണ്ടുവരട്ടെ. അബ്ബാ പീമൻ എന്ന് പറയുന്ന ഒരു പരിശുദ്ധൻ്റെ ആശ്രമത്തിൽ ഒരു യുവ സന്യാസി വന്നു. തീവ്രതയോടെ സന്യാസ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നാഗ്രഹിച്ച ഒരു യുവ സന്യാസി. അദ്ദേഹം ആശ്രമത്തിൽ വന്നു ചേർന്നു. ആദ്യത്തെ 5-6 മാസമായപ്പോൾ ആത്മീയമായ വലിയ വളർച്ചയൊന്നും അദ്ദേഹം കണ്ടില്ല. ഹി ഗോട്ട് ഫ്രസ്ട്രേറ്റഡ്. ഈ ആശ്രമത്തിൽ കാര്യമായ ആത്മീയ വളർച്ചയൊന്നും നടക്കുന്നില്ല എന്ന് ഈ യുവ സന്യാസിക്ക് തോന്നി. അപ്പോൾ നിരാശനായി ഈ ആശ്രമത്തിലെ തലവനായ അബ്ബാ പീമൻ്റെ അടുക്കൽ ചെന്നു. അബ്ബാ ഭീമനോട് ചോദിച്ചു, ഞാൻ ഇവിടെ ആയിട്ട് കുറേ മാസങ്ങളായി, ഇപ്പോൾ ഏകദേശം 1 വർഷമോളമാകുന്നു. ഇവിടെ കാര്യമായ ആത്മീയ വളർച്ചയും പുരോഗതിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ അബ്ബാ ഭീമൻ പറയുകയുണ്ടായി, ബാഹ്യമായ കാഴ്ചയല്ലല്ലോ ആന്തരികമായ വളർച്ച. Our inner life grows without anyone seeing. ബാഹ്യമായി നമുക്ക് കാണാൻ സാധ്യമാകാത്തതാണ് ആത്മീയ ജീവിതം. ഒരു കൃഷിക്കാരൻ വിത്തുകൾ പാകുമ്പോൾ ഇത് വളർന്നോ എന്ന് കിഴിഞ്ഞു നോക്കിയാൽ ഇത് ഒരിക്കലും വളരുകയില്ല. അബ്ബാ ഭീമൻ ഈ യുവ സന്യാസിയോട് പറഞ്ഞു, ശാന്തമായിരിക്കുക. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിന്നിലുള്ള വളർച്ച മറ്റുള്ളവർക്ക് അനുഭവമായി തീരും. അതിനെക്കുറിച്ച് നീ വറിയാകണ്ട. യു നീഡ് നോട്ട് ബി വറീഡ് അബൌട്ട് the changes in yourself. Others will see the change in you. നിന്നിലുള്ള മാറ്റം മറ്റുള്ളവർ അനുഭവിച്ചറിയും. അങ്ങനെ നിന്നിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാൻ തുടങ്ങുമ്പോൾ നിന്നിൽ മാറ്റം വന്നു എന്ന് നീ തന്നെ അറിയും. അപ്പോൾ അത് ദൈവത്തിൻ്റെ സമയത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അറ്റ് ഗോഡ്സ് ടൈമിങ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ശീമോനെ പോലെ നമുക്ക് പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കാത്തിരിക്കാം, ജീവിക്കാം. അതെന്തുകൊണ്ട് ആയിക്കോട്ടെ. ദുഃഖങ്ങൾ മാറാനുള്ള പ്രതീക്ഷയാകാം, സ്വപ്നങ്ങളും അഭിലാഷങ്ങളും നിവർത്തിതമാകുവാനുള്ള നമ്മുടെ കാത്തിരിപ്പാകാം. എന്തുമായിക്കോട്ടെ, നമ്മുടെ രോഗം മാറുവാൻ, നമ്മുടെ ദുഃഖം മാറുവാൻ ഉള്ള കാത്തിരിപ്പാകാം. എന്തുമായിരിക്കോട്ടെ, പ്രതീക്ഷ നഷ്ടപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെടരുത്. കാരണം ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് നമുക്ക് ഏറ്റവും ഉത്തമം. കാരണം കാത്തിരിപ്പ് ഒരുക്ക ശുശ്രൂഷയാണ് എന്ന് മറന്നു പോകരുത്. 4-മതായി ശിമോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് a life of obedient showing up.
പാരമ്പര്യം അനുസരിച്ച് ശീമോൻ്റെ ജീവിത ചരിത്രം പറയുന്നത് വിശുദ്ധ വേദപുസ്തകം ഗ്രീക്കിലേക്ക് തർജിമ ചെയ്ത 70 പേരിൽ ഒരാളായിരുന്നു ഈ ശീമോൻ. എബ്രായ വേദപുസ്തകം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജിമ ചെയ്യുവാൻ ഏർപ്പെടുത്തിയ 70 പേരിൽ ഒരാളായിരുന്നു ശീമോൻ. ഇത് തർജിമ ചെയ്യുന്ന സമയത്ത് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ശീമോൻ വന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നുള്ള വാക്യമായിരുന്നു യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നുള്ള വാക്യം ശീമോൻ കണ്ടപ്പോൾ ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ? എങ്ങനെയാണ് കന്യക ഗർഭം ധരിക്കുന്നത് എന്ന് ശീമോൻ വിചാരിച്ചിട്ട് കന്യക എന്നുള്ള വാക്ക് മാറ്റി ഒരു യങ് വുമൻ, ഒരു ബാലികയെന്ന് തർജിമ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ മാലാഖ തനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കന്യക തന്നെയാണ്, നീ ഇത് കാണും എന്ന് പറഞ്ഞു. Do not change the word virgin. Do not change it to young woman. ഒരു ബാലികയിലേക്ക് കന്യക എന്നുള്ള വാക്ക് ബാലികയാക്കരുത് എന്ന് മാലാഖ ശീമോനോട് പറഞ്ഞു. കാരണം നീ ആ കന്യക ഒരു മകനെ പ്രസവിച്ച് ആ മകനെ, രക്ഷകനെ നീ കാണും എന്ന് മാലാഖ ശീമോനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് ഏകദേശം 132 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അതിനുശേഷമാണ് രക്ഷകൻ പിറക്കുന്നത് തന്നെ. അപ്പം ആലോചിച്ചു നോക്കണം എത്രമാത്രം വർഷം ഇതിന് എടുത്തു എന്ന്. മാലാഖ പറഞ്ഞ ദിവസം മുതൽ ശീമോൻ ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും നൂറ്റാണ്ടുകളും പ്രതീക്ഷയോടും ആശ്രയത്തോടും അഭിലാഷത്തോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം അഭിലാഷത്തിൻ്റെ ജീവിതമാണ്, കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്, പ്രതീക്ഷയുടെ ജീവിതമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാത്തിരിപ്പും പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഉണ്ടായിട്ടില്ലേ? We are here this morning. ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നത് ചില പ്രതീക്ഷകൾക്ക് വേണ്ടിയും അഭിലാഷങ്ങൾക്ക് വേണ്ടിയും കാത്തിരിപ്പിന് വേണ്ടിയും ആണ്. പക്ഷേ ഒരു മടിയും കൂടാതെ ശീമോൻ എന്നും ദേവാലയത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവത്തിനായി തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ്. He showed up and he waited for a miracle. അവൻ എന്നും ദേവാലയത്തിൽ വന്നു, എന്നും അത്ഭുതം പ്രതീക്ഷിച്ചു. ഇന്ന് ദർശിച്ചില്ലെങ്കിൽ നാളെ ഇത് ദർശിക്കും എന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ വീണ്ടും അദ്ദേഹം നൂറ്റാണ്ടുകളോളം ദേവാലയത്തിൽ വന്നു. നമ്മളിൽ എത്ര പേർക്കുണ്ട് ഈ ഒരു വിശ്വാസവും ദീർഘക്ഷമയും പ്രത്യാശയും പ്രതീക്ഷയും? ചില കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോൾ നെടുവീർപ്പിലേക്ക് പോകുന്ന ജീവിതമുണ്ട്, സങ്കടത്തിലേക്ക് പോകുന്ന ജീവിതമുണ്ട്. ഇവിടെ വൃദ്ധനായ ശീമോൻ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തീയ ജീവിതം is a life that we show up daily and expect a miracle daily. എന്നും നമ്മൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, എന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക. ഇതാണ് ശീമോൻ്റെ ജീവിതം
നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം പോലും മടി കൂടാതെ അദ്ദേഹം ദേവാലയത്തിൽ വന്നു എന്നുള്ളതാണ്. ഹി ഷോഡ് അപ്പ്. പ്രിയമുള്ളവരെ, അത്ഭുതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ശീമോൻ കർത്താവിനെ കരങ്ങളിലെടുത്തുവെന്നോ തൻ്റെ നയനങ്ങൾ രക്ഷകനെ ദർശിച്ചുവെന്നു സ്തുതിഗീതങ്ങൾ പാടിയെന്നോ കന്യക മറിയാമിനെയും യോസേപ്പിനെയും കണ്ടതിനുപരി ശീമോന്റെ ജീവിതത്തിലെ അത്ഭുതമെന്ന് പറയുന്നത് എന്നും മടി കൂടാതെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. ഷോയിങ് അപ്പ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. പലപ്പോഴും നമ്മൾ അത്ഭുതങ്ങൾ കാണാതെ പോകുന്നത് നാം സന്നിദ്ധരല്ലാത്തത് കൊണ്ടാണ്. അത്ഭുതങ്ങൾ എന്നും നടക്കുന്നുണ്ട്. ദൈവം എന്നും ഇവിടെയുണ്ട്. God shows up every day, but we don't show up every day. ഇവിടെ ആയിരുന്നാൽ മാത്രം പോരാ. We have to be present. നമ്മൾ ശാരീരികമായി ഇവിടെ ഉണ്ട്. നമ്മുടെ ആത്മാവ് എവിടെയാണ്? ദൈവസന്നിധിയിലായിരിക്കണം നമ്മുടെ ആത്മാവ്. അപ്പോഴാണ് നമ്മൾ അത്ഭുതങ്ങൾ കാണുന്നത്. നമ്മുടെ കാര്യങ്ങൾ ഒരുപക്ഷെ സാധിച്ച് വരികയില്ല, എന്നാൽ പോലും ദൈവത്തെ ദർശിക്കുവാൻ ആ ദർശനം മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനവും ശാന്തിയും പ്രത്യാശയും, അതാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ രോഗങ്ങളെല്ലാം മാറണമെന്നില്ല. പക്ഷേ നാം ഇവിടെ ആയിരിക്കുമ്പോൾ, ദൈവദർശനം ലഭിക്കുമ്പോൾ, ആ രോഗത്തെ നേരിടുവാനുള്ള ധൈര്യവും സമാധാനവും നമുക്ക് ലഭ്യമാകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരുപക്ഷേ നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ, മധ്യസ്ഥതയായി അണയ്ക്കുമ്പോൾ അത് സാധ്യമാകാതെ പോകുന്നുവെങ്കിലും, ആ പ്രതിസന്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ആ പ്രതിസന്ധിയിൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രത്യക്ഷനാകുകയും അവിടെ ആ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭ്യമാകുന്ന ആശ്വാസവും സമാധാനവും, അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, അത്ഭുതമെന്ന് പറയുന്നത് that we show up daily, എന്നും നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്, മടി കൂടാതെ സമർപ്പിക്കുക എന്നുള്ളത്. വീണ്ടും മരുഭൂമിയിലെ പിതാക്കന്മാരുടെ കഥയിൽ അബ്ബ ജോൺ, അദ്ദേഹത്തോട് ഒരു ദിവസം തൻ്റെ ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠൻ ഒരു ഉണങ്ങിയ കമ്പ് എന്ന് പറയുന്നത് നശിച്ചുപോയ ഉണങ്ങിയ കമ്പ് നിലത്ത് കുത്തിവെച്ചിട്ട് പറഞ്ഞു, നീ ഇതിനെല്ലാ ദിവസവും വെള്ളമൊഴിക്കണം എന്ന് പറഞ്ഞു. ഉണങ്ങി നശിച്ചുപോയി ജീവനില്ലാത്ത ഒരു മരത്തിൻ്റെ കഷണം നിലത്ത് മണ്ണിലിറക്കി വെച്ചിട്ട് ഇതിന് നിരന്തരമായി വെള്ളമൊഴിക്കണമെന്ന് നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മളത് ചെയ്യുമോ? എന്നാൽ അബ്ബ ജോൺ അനുസരണത്തോടെ വെള്ളമെടുക്കുവാൻ ദൂരെ പോകണമായിരുന്നു. മൈലുകൾ പോയി എല്ലാ ദിവസവും ഈ ഉണങ്ങിയ മരത്തിൻ്റെ ചുവട്ടിൽ ഈ ഉണങ്ങിയ കഷ്ണത്തിന് എന്നും 3 വർഷമാണ് അദ്ദേഹം ആ ഉണങ്ങിയ മരത്തിൻ്റെ കഷ്ണത്തിന് വെള്ളമൊഴിച്ചത്. ഒരു പരിഭവവുമില്ലാതെ നടന്നുപോയി അതിനെന്നും വെള്ളമൊഴിച്ചു. ആദ്യത്തെ കുറേ മാസങ്ങൾ കണ്ടപ്പോൾ കൂടെയുള്ള സന്യാസികളെല്ലാം കളിയാക്കുവാൻ തുടങ്ങി. ഒരു മടിയും കൂടാതെ അദ്ദേഹം വെള്ളമൊഴിച്ചു കൊണ്ടേയിരുന്നു. കാരണം എന്നോട് പറഞ്ഞതാണ്, എന്നോട് കൽപ്പിച്ചതാണ്, എനിക്ക് ഞാൻ നൽകിയ വാഗ്ദാനമാണ് എൻ്റെ പിതാവിനോട് ഞാൻ വെള്ളമൊഴിച്ചോളാം എന്നുള്ളത്. പ്രിയമുള്ളവരെ, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, മടി കൂടാതെ, തടസ്സം കൂടാതെ വെള്ളമൊഴിച്ചു അബ്ബ ജോൺ. 3-ാമത്തെ വർഷം ഉണങ്ങിയ മരം ജീവൻ വെച്ചു. ആ വൃക്ഷം വളർന്നു, അതിൽ അധികം ഫലം കായ്ച്ചു. സന്യാസി ശ്രേഷ്ഠൻ
അതിൽ നിന്ന് ഫലം പറിച്ചതിന് ശേഷം മറ്റുള്ള സന്യാസിമാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിൻ്റെ ഫലം നിങ്ങൾ പങ്കുവെക്കുവീനെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളോട് ദൈവം ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മാമോദീസായിലൂടെ നമുക്ക് നൽകിയ വാഗ്ദാനമാണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള വാഗ്ദാനം നമ്മൾക്ക് മാമോദീസായിൽ, സഭയുടെ ഉദരമായ മാമോദീസ തൊട്ടിയിൽ നിന്ന് നാം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രയാണം എത്ര വർഷമായിക്കോട്ടെ, ചെറുപ്പമായിരുന്നാലും മധ്യവയസ്കരായിരുന്നാലും വാർദ്ധക്യത്തിലായിരുന്നവരായിരുന്നാലും നമ്മുടെ യാത്രയിൽ ദൈവം കൂടെയുണ്ട്. ഒരു കാര്യം മാത്രം അനുസരിച്ചാൽ മതി, that we show up for God. ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകും. ശമൂവേലിന്റെ ജീവിതത്തിൽ നാം നിരന്തരമായി ദർശിക്കുന്ന ജീവിതം ഇപ്രകാരമാണ്. ഏറ്റവും അവസാനമായി ശിമോന്റെ ജീവിതത്തിൽ കാണുന്ന ജീവിതമാണ് എ ലൈഫ് ഓഫ് പീസ്ഫുൾ സറണ്ടർ, സമർപ്പണത്തിൻ്റെ ജീവിതം. എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെ കണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെ കണ്ടിരിക്കുന്നുവല്ലോ. ആയതിനാൽ എനിക്ക് സമാധാനത്തോടെ വിടവാങ്ങാം. ദിസ് ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ സറണ്ടർ. പ്രിയമുള്ളവരെ, ആനന്ദകരമായ സമാധാനപരമായ ഒരു സമർപ്പണമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദിസ് പീസ്ഫുൾ സറണ്ടർ is the ultimate expression of trust in God's plan. ദൈവത്തിൻ്റെ പദ്ധതിയോടുള്ള നമ്മുടെ ആശ്രയമാണ് ഈ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിവർത്തിതമാകുന്നത് ദൈവത്തിൻ്റെ സമയത്തിലാണ്. അതുകൊണ്ട് ശിമോന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവച്ചത്. എ ലൈഫ് ഡിവോട്ടഡ് ടു റൈച്ചസ് ലിവിങ്, നീതിയുള്ള ജീവിതത്തിന് സമർപ്പിതമായ ഒരു ജീവിതം. പരിശുദ്ധാത്മാവിന് വേണ്ടി തുറക്കപ്പെട്ട ഒരു ജീവിതം. എ ലൈഫ് ലിവ്ഡ് ഇൻ ഹോപ്പ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഗോഡ്സ് പ്രോമിസസ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ജീവിതം. 4-മതായി എ ലൈഫ് ഓഫ് ഒബീഡിയൻറ്റ് ഷോയിങ് അപ്പ്, അനുസരണത്തോടെ നിരന്തരമായി ദേവാലയത്തിൽ തന്നെ സമർപ്പിച്ച ജീവിതം. ഏറ്റവും അവസാനമായി എ ലൈഫ് ഓഫ് പീസ്ഫുൾ സറണ്ടർ, സമാധാനപരമായ ഒരു സമർപ്പണ ജീവിതം. ഇതാണ് എല്ലാ ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ജീവനുള്ളതായി തീരണം. ജീവനുള്ള വിശ്വാസം മാത്രമേ സമർപ്പിത വിശ്വാസം ആകുന്നുള്ളൂ. കാരണം നമ്മളെല്ലാവരും ഇവിടെ വന്ന് ദൈവമേ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു തരണമേ എന്നാണ് നമ്മുടെ യഥാർത്ഥ ആഗ്രഹം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ് our life becomes active in God. നമ്മുടെ ജീവിതം ജീവനുള്ളതാകുന്നത് ദൈവത്തിൽ മാത്രമാണ്. നമ്മളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കേതം, ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കേതം. അത് എന്തും വന്നുകൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തും അനുഭവമാകട്ടെ, 200-ൽ പരം വർഷം പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദാനത്തിനു വേണ്ടി ഒരു മനുഷ്യന് തൻ്റെ വാർദ്ധക്യത്തിൽ യെരുശലേം ദേവാലയത്തിൽ കാത്തിരിപ്പോടെ, പ്രതീക്ഷയോടെ, അഭിലാഷത്തോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, ദീർഘക്ഷമയോടെ, അനുസരണത്തോടെ കാത്തിരിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തിരുന്നുകൂടെ? കാരണം ദൈവം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
ഇവിടെ ഈ മാഗൽത്തോ പെരുന്നാളിന് നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ എന്നാണ് പറയുന്നത്. ഇവിടെ ശീമോൻ ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പിതാക്കന്മാർ പറയുന്നത് ശീമോൻ യേശുവിനെ പ്രതിഷ്ഠിക്കുന്നതിനേക്കാൾ യേശു ശീമോനെയാണ് പ്രതിഷ്ഠിച്ചത്. പ്രിയമുള്ളവരെ, ശീമോന്റെ കരങ്ങൾ യേശുവിന് സിംഹാസനമായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും ദൈവത്തിന് സിംഹാസനമായി തീരണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ ഏന്തിക്കൊണ്ട് വേണം നമ്മളും പോകുവാൻ. കാരണം നാം നമ്മുടെ ആവശ്യങ്ങളെയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ സമർപ്പിക്കാനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കുപരിയായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ സമർപ്പിക്കാനാണ്. ദൈവത്തിന് ആവശ്യം നമ്മുടെ ആവശ്യങ്ങളെ അല്ല, ദൈവത്തിന് ആവശ്യം നമ്മെയാണ്. നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അതിനനുസരിച്ച് തൻ്റെ സമയത്ത് സന്ദർശിച്ചുകൊള്ളും എന്നതിന് യാതൊരു മടിയും വേണ്ട. ഇവിടെ സമർപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്കുപരി നമ്മളെ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാതെ നമ്മെ സമർപ്പിക്കാം. ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ കുർബാനയ്ക്ക് നമ്മുടെ പേരെഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കൊടുക്കാതെ നമ്മെ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ വൃദ്ധനായ ശീമോന്റെ ജീവിതം നീതിയുള്ള ജീവിതമായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തെയും നീതിയുള്ള ജീവിതമാക്കാം. ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. എപ്രകാരം പരിശുദ്ധാത്മാവ് വാഗ്ദാനം നൽകിയോ അങ്ങനെ നമ്മുടെ ജീവിതത്തെയും പരിശുദ്ധാത്മാവിനായി തുറന്നു കൊടുക്കാം. എങ്ങനെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ രക്ഷകന്റെ രക്ഷയെ ദർശിക്കുവാനായി കാത്തിരുന്നുവോ, നമുക്കും ദൈവവാഗ്ദാനങ്ങൾക്ക് വേണ്ടി പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എപ്രകാരം അനുസരണത്തോടെ എന്നും ദേവാലയത്തിൽ അദ്ദേഹം വന്നുവോ, നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധനകളിലും അനുസരണത്തോടെ സമർപ്പിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെ കണ്ടുവല്ലോ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഞാൻ ഉപസംഹരിക്കട്ടെ. പ്രിയമുള്ളവരെ, ശീമോൻ്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗദർശിയായിരിക്കേണ്ടത്. കാരണം ശീമോൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ഒരു പ്രോത്സാഹനമാകണം. കാരണം he inspires us to live a life of expectation. പ്രതീക്ഷയുടെ ജീവിതം നയിക്കുവാൻ നമ്മുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. It is a life of encountering Christ. ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുന്ന ജീവിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മൾ എത്ര പേർ ഇവിടെ ദേവാലയത്തിൽ ഇരിക്കുന്നു? എത്ര പേർക്ക് ക്രിസ്തുവിൻ്റെ ദർശനം ഉണ്ടാകുന്നു? ക്രിസ്തു ഇവിടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം എത്ര പേർക്കുണ്ട്? ക്രിസ്തു ഇവിടെ ഉണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ പരിശുദ്ധൻ ഇവിടെ കബറടങ്ങിയത് ഇവിടെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും പറയും ഈ ഭൂമി പുണ്യമായിരിക്കുന്നത് ഈ പരിശുദ്ധൻ ഇവിടെ സമാധിയായിരിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. എന്നാൽ ഈ പരിശുദ്ധൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വേറൊന്നും കൊണ്ടല്ല. ജീവനുള്ള ദൈവം ഈ ത്രോണോസിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ത്രോണോസിന് തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജീവനുള്ള ദൈവം ഇവിടെ ഉണ്ട്. ആ ദൈവത്തെ അനുഭവമാക്കി പോകുവാൻ ഇവിടെ ആയിരിക്കുന്നവർ എല്ലാവരും സാധിക്കണം. ഈ ദേവാലയത്തിൽ വരുന്ന ആരും ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ പോകരുത്. കാരണം ജീവനുള്ള ത്രോണോസ്, ജീവനുള്ള ദൈവത്തിൻ്റെ സിംഹാസനമായിരിക്കുന്നു. എങ്ങനെ ശീമോന്റെ കരങ്ങൾ
ക്രിസ്തുവിന് സിംഹാസനമായോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സിംഹാസനമാകണം. ക്രിസ്തുവിനെ ഏന്തിക്കൊണ്ട് ഈ ദേവാലയത്തിന് പുറത്തു പോകുമ്പോൾ അനേകർ നമ്മളിൽ ക്രിസ്തുവിനെ ദർശിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ. എപ്രകാരം യെരുശലേം ദേവാലയത്തിൻ്റെ ശബ്ദങ്ങൾക്ക് നടുവിൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് അവനെ തൻ്റെ കരങ്ങളിലേന്തി എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ശീമോൻ്റെ ജീവിതം നമുക്കൊരു മാർഗദർശിയാകട്ടെ. ക്രിസ്തുവിനെ നമുക്ക് കരങ്ങളിൽ ഏൽക്കാം, നമ്മുടെ ഹൃദയങ്ങളിൽ വഹിക്കാം. അത് നമ്മൾക്ക് ആശ്വാസമാകട്ടെ, അത് നമുക്ക് സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം നമ്മെ കാണുന്നവർ, നമ്മെ അഭിമുഖീകരിക്കുന്നവർ ക്രിസ്തുവിനെ നമ്മളിൽ കാണട്ടെ. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ സൗഖ്യം നമ്മളിൽ നിന്ന് അനുഭവിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.